എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്. അപ്പോൾ എനിക്കിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം തന്നെ വളരെ ദുഃഖകരമായ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ അനുഭവം ഇങ്ങനെ പബ്ലിക്കായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരു കുടുംബമാണ്. അത് എൻ്റെ ടീമിലേക്ക് മാത്രമല്ല, പൊതുവായിട്ട് നമ്മുടെ ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമ്മുടെ ഈ കമ്പനി ചെയ്യുന്ന ഓരോ ടീമിലെ ഓരോ മെമ്പേഴ്സിന് വേണ്ടി ഇങ്ങനൊരു അനുഭവം മറ്റുള്ളവർക്കും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്ന് എൻ്റെ ടീമിൽ ഉള്ള ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു 40 ദിവസത്തോളമായി, 2 മാസം അടുപ്പിച്ചാകുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറെ ഞാൻ ഒന്ന് ടൗണിൽ വെച്ച് കാണാനിടയായി. ഞാനിന്ന് വർക്ക് കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, ചായ കുടിക്കാനൊക്കെ വിളിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ബസ് കയറാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. മഴ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ കുട നോക്കുന്നതിന് വേണ്ടിയാണ് ബസ് സ്റ്റാൻഡിലോട്ട് കയറിയത്. അപ്പം നിലവിൽ ഞാൻ ചോദിച്ചു എവിടെ പോയാണ്. അപ്പം നിലവിൽ പറഞ്ഞു, ഞാനിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എല്ലാ മാസവും ആദ്യം ഹസ്ബൻഡിൻ്റെ ശമ്പളം കിട്ടുമ്പോഴൊക്കെയാണ് വാങ്ങുന്നത്. ഇപ്രാവശ്യം സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ടൈറ്റായി പോയതുകൊണ്ട് പിന്നെ നമ്മുടെ കുറച്ച് പ്രോഡക്റ്റൊക്കെ വാങ്ങിയായിരുന്നു. എല്ലാം കൂടെ ഒപ്പിച്ച് ഞെരുക്കമായിപ്പോയി സാറേ. അതുകൊണ്ട് ലേറ്റായിപ്പോയി. കുറച്ച് സാധനങ്ങൾ വീട്ടിൽ തീർന്നുകൊണ്ട് കുറച്ച് പൈസ അറേഞ്ച് ഒന്ന് വാങ്ങി പോവുകയാണ്. വളരെ കുറച്ചേ എടുത്തുള്ളൂ. ചെറിയൊരു ബാഗേ ഉള്ളൂ, ചെറിയൊരു ഡിഷ് ഷോപ്പർ. റിലയൻസിൻ്റെ തന്നെ ബാഗ് അവിടുന്ന് ക്യാഷ് കൊടുത്ത് മേടിക്കുകയും ചെയ്ത് അതിലാണ് ഇട്ടുകൊണ്ട് പോയേക്കുന്നത്. അപ്പോൾ നിലവിൽ ഞാൻ ചോദിച്ചു, നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ആണല്ലോ ഇരിക്കുന്നത്. ഞാൻ ബാഗിലോട്ട് നോക്കുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് വിമ്മിൻ്റെ ഒരു ബാറാണ്. ഒരു സ്ക്രബ്ബർ പ്രത്യേകം വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ടോയ്ലറ്റ് ക്ലീനറുണ്ട്, പിന്നെ ഫ്ലോർ ക്ലീനറും കാണുന്നു, പിന്നെ അടിയിലോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് കാണുന്നില്ല. അത്രയും ഞാൻ കണ്ടു. ഞാൻ ഈ സോപ്പ് കണ്ടപ്പോൾ തന്നെ കൈവച്ചും തുറന്ന് നോക്കിയതാണ്. നമ്മുടെ കമ്പനിയിൽ ഉള്ള പ്രോഡക്റ്റ്സുകളൊക്കെ വാങ്ങി. എന്തൊക്കെ വാങ്ങി ഞാൻ ചോദിച്ചപ്പോഴാണ്, കവചപ്രാശം വാങ്ങി, ചാമ്പി മേടിച്ചു, കഫ്നിൽ വാങ്ങി, നോവേദന ഓയിൽമെൻറ്റ് വാങ്ങി. അങ്ങനെ എനിക്ക് അത്യാവശ്യം ഉപയോഗമുള്ള സാധനങ്ങളൊക്കെയാണ് സാറേ മേടിച്ചത്. എന്നോട് ലീഡർ പറഞ്ഞ പോലെയൊക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, സംസാരിച്ചു. ഓക്കെ, എന്നാൽ ശരി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാനിങ്ങ് പോരുകയും ചെയ്തു. എൻ്റെ ഓഫീസിൽ എത്തുന്നവരെ ഞാനിത് ആലോചിച്ചാണ് വന്നത്. എൻ്റെ ഓഫീസിൽ വന്നതിന് ശേഷം ഈ ഡിസ്ട്രിബ്യൂട്ടറെ കൊണ്ടുവന്ന റൂബി റാങ്കിൽ നിൽക്കുന്ന എൻ്റെ ആ ലീഡറെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരാളെ ഞാൻ ജംഗ്ഷനിൽ വെച്ച് കണ്ടു, ഇങ്ങനെയാണ് സംഭവമൊക്കെ വിവരിച്ചു. അപ്പം ആ ലീഡറോട് ഞാൻ ചോദിച്ചു, ഈ ഹോം പ്രോഡക്റ്റുകൾ എന്തുകൊണ്ട് നമ്മുടെ ആ പുതിയ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ല? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കട്ടെ, ഇല്ലെങ്കിൽ വിട്ടേരെ, അത് പറഞ്ഞു കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, സാറേ അതൊക്കെ G35 ഐറ്റംസ് അല്ലേ, നമുക്കത് 350 പോയിൻറ്റ്സ് വെച്ചെല്ലാം കിട്ടൂ, അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല സാറേ, അതാകുമ്പോൾ പിന്നെ അതേ മേടിക്കൂ, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാഡം ഇത് മേടിച്ച് വീട്ടിലേക്ക് ഏതെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല സാറേ, പോയിൻ്റ് കുറവായിട്ട് ഞാനതൊന്നും വാങ്ങിക്കാറില്ല സാറേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ ആ ഒരു ലീഡർ ചെയ്തതിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ്. നിലവിൽ ഞാൻ ഈ റൂബി റാങ്കിൽ നിൽക്കുന്ന മാഡത്തിനെ കൊണ്ടുവന്നപ്പോൾ ഹോം പ്രോഡക്റ്റ് ആണ് ആദ്യം ഞാൻ ആ വീട്ടിൽ എടുത്ത് വെച്ചത്. അതെനിക്ക് ഓർമ്മയുണ്ട്. ടീപ്പോയിൽ ഒരു റൗണ്ട് ഡിഷ് ബാറാണ് എടുത്ത് വെച്ചത്. ഒരു ഹാർപ്പിക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം G75 ഐറ്റംസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് നിത്യോപയോഗ സാധനമാണ്, നമ്മുടെ വീട്ടിൽ എന്നും വേണ്ടതാണ്, ഉപയോഗിക്കേണ്ടതാണെന്ന് പറഞ്ഞല്ലേ ഞാൻ തുടങ്ങിയതെന്ന് ഈ മാഡത്തിനോട് ഇന്ന് ഞാൻ വീണ്ടും അത് ചോദിക്കുകയും ചെയ്തു. അപ്പം നിലവിൽ സാർ അത് പ്രത്യേകം പറഞ്ഞു, ഇത് 35 ഐറ്റംസ് ആണ്, ഇതിന് ഇത്ര പോയിൻറ്റ്സേ കിട്ടൂ എന്നുള്ളപ്പോൾ ആ ഒരു ലീഡർ ഹൈലൈറ്റ് ചെയ്ത് കണ്ടത് അതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹോം ഐറ്റംസിനെ അങ്ങനെ തരം താഴ്ത്തി കളയരുത്. നമ്മൾ ഈ ഒരു ബിസിനസ്, എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തം ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ എൻ്റെ ലീഡേഴ്സിനോടൊന്നും ആലോചിക്കാതെയൊക്കെ സംസാരിക്കുകയാണ്. സത്യത്തിൽ മനസ്സ് ഓപ്പൺ ചെയ്ത് പറയുകയാണ്. നിലവിൽ നമ്മൾ ഏതൊരു ജോലി ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും ആസ്വദിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ഡയമണ്ട് ലീഡർ അനീഷ് സാറ് പറയുന്നത് പോലെ, മക്കളെ സ്നേഹിക്കുന്നതിനെക്കാട്ട് ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് മൈ ലൈഫിനെയാണെന്ന് അനീഷ് സാറ് പറഞ്ഞു. അതുപോലെയാണ് ആ ഒരു ലീഡറിൻ്റെ വാക്കുകളെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പറയുകയാണ്. സത്യത്തിൽ ഞാനിത് സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇത് ബിസിനസ്സായിട്ട് മാത്രമല്ല കാണുന്നത്, ഇതിനെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം പോലെയൊക്കെ കാണുന്നത്. നമ്മുടെ ടീമിലുള്ള ഏതോ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും ആ മാഡം തന്നെ ഒന്നും അറിയാതെ 110 രൂപയ്ക്ക് ഹാർപ്പിക്ക് വാങ്ങിക്കൊണ്ട് പോയപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടിരുന്ന ആ മാഡത്തിന് നമ്മുടെയിലും ഹോമിൻ്റെ ഹാർപ്പിക്കിനേക്കാട്ട് ഗുണപരമായ നമ്മുടെ പ്രോഡക്റ്റായിരുന്നു നമ്മുടെ ഹോമിൻ്റെ ടോയ്ലറ്റ് ക്ലീനർ. ഇത് നമുക്ക് 110 രൂപ MRP ഉണ്ടെങ്കിലും നമുക്കിത് 83 രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു. ഇത് ആ മാഡത്തിനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ മാഡം എന്തായാലും ആ വീട്ടിൽ വാങ്ങി വെച്ച് ഉപയോഗിച്ചു. അതുപോലെ ആ മാഡത്തിൻ്റെ കയ്യിൽ ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ട്. നമുക്കിത് MRP
ഈ കാലം നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് നമുക്കത് 99 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അതുപോലെ വിമ്മിൻ്റെ സോപ്പ് വാങ്ങിക്കുന്നതിന് പകരം സ്ക്രബ്ബർ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതിന് പകരം നമ്മുടെ സ്ക്രബ്ബർ ഫ്രീ ഉള്ള ഡിഷ് വാഷ് റൗണ്ട് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. 88 രൂപ MRP ആണെങ്കിൽ 66 രൂപയ്ക്ക് ആ മാഡത്തിന് കിട്ടുമായിരുന്നു. ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഉണ്ടായിരുന്നു, ഇത് നമ്മൾ വെള്ളത്തിലേപ്പിച്ച് ഉപയോഗിക്കാം. മാക്സ് സ്പ്രൈറ്റ് ഉണ്ട് തുണി കഴുകാൻ, ഗ്ലാസ് ക്ലീനർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും പ്രോഡക്റ്റ്സുകളുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെങ്കിലും നമ്മുടെ ടീമിലുള്ള ഐഡിയ എടുത്ത് ഏതൊരു വ്യക്തിക്കും ഇത് പ്രത്യേകം പറഞ്ഞ് അവനവൻ്റെ വീട്ടിൽ ഇത് ഉപയോഗിച്ച് അതിൻ്റെ ഗുണഗണങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ വേണം നമുക്ക് സെല്ല് ചെയ്യാൻ. ഒരിക്കലും നിങ്ങൾ പോയിൻറ്റ്സിനെ BVA മാത്രം കണക്ക് കൂട്ടി ഈ ബിസിനസ്സിനെ ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണരുതെന്ന് എനിക്ക് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. വളരെയധികം വിഷമമുണ്ട്. ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ടീമിൽ ഞാൻ ഇന്ന് തൊട്ടത് വളരെയധികം ശക്തമായി ശ്രദ്ധിക്കും. ഞാൻ വീണ്ടും ഈ പറയുന്നത് G35 മാത്രം പ്രൊമോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. G75 ചെയ്യുന്നതിനോടൊപ്പം അറ്റ്ലീസ്റ്റ് അവൻ്റെ സ്വന്തം വീട്ടിലും സ്വന്തം ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ തന്നെ പ്രോഡക്റ്റുകൾ നിത്യോപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കണം. അവർക്ക് പ്രോഫിറ്റ്സ് കിട്ടണം. അതായത് നമ്മുടെ വീട്ടിൽ ആ ഒരു മാഡത്തിന് ഇന്നത്തെ ആ പർച്ചേസിൽ എൻ്റെ ഏകദേശ കണക്കൂട്ടിൽ നമ്മുടെ DP പ്രൈസ് നമ്മുടെ മീഹോം ഉൽപ്പന്നങ്ങൾ ആ മാഡം എല്ലാം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ ആ മാഡത്തിൻ്റെ കഷ്ടപ്പാടിൽ ആ ഹസ്ബൻഡിൻ്റെ ഇന്നത്തെ പോക്കറ്റ് കാലിയാക്കത്തില്ലായിരുന്നു. നമുക്ക് ആ ഹസ്ബൻഡിന് സത്യത്തിൽ ഇന്ന് ഒരു 300 രൂപ 400 രൂപ റിട്ടേൺ എടുക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ DP പ്രൈസ് വാങ്ങിച്ച് ആ മാഡത്തിന് ഉപയോഗിക്കുമായിരുന്നു. ഓരോ മാസവും നമ്മുടെ എക്സ്പെൻസിൽ നിന്ന് ഏകദേശം 500-600 രൂപയോളം നമ്മുടെ DP പ്രൈസിൽ ഉപയോഗിക്കുമ്പോൾ ഈ മീഹോം ഉൽപ്പന്നത്തിന് നമുക്ക് തന്നെ ലാഭം എടുക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് പറഞ്ഞ് എല്ലാ ലീഡേഴ്സും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ടീം വർക്ക് ചെയ്യുന്നവർ മറ്റുള്ള വീട്ടുകാരെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് ഉപയോഗിപ്പിച്ചിട്ട് നമ്മൾ മറ്റുള്ള കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. ആദ്യം നമ്മൾ ഉപയോഗിക്കുക, അത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ടീമിലുള്ളവരോടും പറഞ്ഞ് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇത് ഒരു ബിസിനസ്സാണ്, പക്ഷേ അതിനകത്ത് അതിനെ സ്നേഹിച്ച് സത്യസന്ധമായി നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.